Hello dear students, welcome to a new online class. We are discussing plus 1 accountancy chapter 4 recording of transactions second, and in this session we are starting a new topic, purchase book. ഇന്നത്തെ ക്ലാസ്സിൽ പ്ലസ് 1 അക്കൗണ്ടൻസിയിലെ നാലാമത്തെ പാഠത്തിന്റെ റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻസ് സെക്കൻഡ് എന്ന ചാപ്റ്ററിലെ ഒരു പുതിയ ടോപ്പിക്കാണ് നമ്മൾ ആരംഭിക്കുന്നത്. ടോപ്പിക്കിന്റെ പേര് ഇതാണ്, പർച്ചേസ് ബുക്ക്. എ പർച്ചേസ് ബുക്ക് ഈസ് എ സ്പെഷ്യൽ ജേർണൽ മെയിൻറ്റെയിൻഡ് ഇൻ എൻ ഓർഗനൈസേഷൻ. ഒരു പർച്ചേസ് ബുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്പെഷ്യൽ ജേർണലാണ്. ലാർജ് സൈസ്ഡ് കമ്പനികളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു സ്പെഷ്യൽ ജേർണലാണ് പർച്ചേസ് ബുക്ക് എന്ന് പറയുന്നത്. എ പർച്ചേസ് ബുക്ക് ഈസ് ഓൾസോ നോൺ ആസ് പർച്ചേസ് ഡേ ബുക്ക്. പർച്ചേസ് ബുക്കിനെ മറ്റു പല പേരുകളിലും അറിയപ്പെടാറുണ്ട്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് പർച്ചേസ് ഡേ ബുക്ക് ഓർ ബോട്ട് ബുക്ക് ഓർ ബോട്ട് ഡേ ബുക്ക് ഓർ ഇൻവോയ്സ് ബുക്ക്, ഇങ്ങനെ പല പേരുകളിലും പർച്ചേസ് ബുക്കിന് അറിയപ്പെടും. പർച്ചേസ് ജേർണൽ, ഒരുപാട് പേരുകളിൽ ഈ പർച്ചേസ് ഡേ ബുക്ക് അറിയപ്പെടാറുണ്ട്. ബ്രാക്കറ്റിൽ കാണാം, purchase book is also known as purchase journal or bought book or invoice book or bought day book, etc. Clear? So purchase day book is a special book used to record all credit purchase of goods. ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതിന്റെ മീനിങ് ആണ്. What is the meaning of purchase day book? A purchase day book is a special journal maintained in companies to record credit purchase of goods. ഇത്ര പഠിക്കാനുള്ളൂ, കൂടുതൽ തിയറി ഒന്നും പഠിക്കാനില്ല. പർച്ചേസ് ഡേ ബുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്പെഷ്യൽ ജേർണൽ ആണ്. എന്തിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു? ക്രെഡിറ്റ് പർച്ചേസ് ഓഫ് ഗൂഡ്സ് രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു റെക്കോർഡ് ക്രെഡിറ്റ് പർച്ചേസ് ഓഫ് ഗൂഡ്സ്. നമുക്കറിയാം, പർച്ചേസ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ട്രാൻസാക്ഷൻ ഇൻ എ ബിസിനസ് യൂണിറ്റ്. In a day, several transaction or several purchase transaction will take place. Majority of such transaction will be on credit basis because nowadays companies depend more on credit purchase and credit sales. Without credit transactions, we can't carry on our business for a long time. So, depending credit transaction is an important aspect of any type of organization. For the survival of the company, it must offer credit facility as well as it must avail credit facilities from its suppliers. So, purchase day book is used to record all such credit purchase of goods. ഒറ്റ സെന്റൻസേ ഉള്ളൂ, it is used to record credit purchase of goods. ഇനി എൻ്റെ ഒരു ചോദ്യം നിങ്ങളോട്, അങ്ങനെയാണെങ്കിൽ ക്യാഷ് പർച്ചേസ് എന്ത് ചെയ്യും? ക്യാഷ് പർച്ചേസിന് നമ്മൾ എന്ത് ചെയ്യും? യെസ്, ക്യാഷ് പർച്ചേസ് ഈസ് റെക്കോർഡ് ഇൻ നോർമൽ ക്യാഷ് ബുക്ക്. ക്യാഷ് പർച്ചേസ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് എവിടെയാണ്? നോർമൽ ക്യാഷ് ബുക്കിലാണ്. ക്യാഷ് റെസിപ്റ്റും ക്യാഷ് പേയ്മെന്റും എഴുതുന്ന പുസ്തകമാണ് നോർമൽ ക്യാഷ് ബുക്ക്. ഒരു കാര്യം കൂടി ക്ലിയർ ആക്കുക, ക്രെഡിറ്റ് പർച്ചേസ് ഓഫ് ഫിക്സഡ് അസെറ്റ് ഈസ് നോട്ട് റെക്കോർഡഡ് ഇൻ ദിസ് ബുക്ക്. ക്രെഡിറ്റ് പർച്ചേസ് ഓഫ് ഫിക്സഡ് അസെറ്റ് ഈസ് നോട്ട് റെക്കോർഡഡ് ഇൻ ദിസ് ബുക്ക്. ഈ ബുക്കിനകത്ത് ഫിക്സഡ് അസെറ്റുകൾ കടമായിട്ട് വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് ഇവിടെ റെക്കോർഡ് ചെയ്യില്ല എന്നുകൂടെ മനസ്സിലാക്കുക. ക്ലിയർ? ഇനി ഇതിന്റെ ഒരു ഫോർമാറ്റ് ഞാൻ സെപ്പറേറ്റ് ക്ലാസ് ആഡ് ചെയ്യുന്നില്ല, ഇത് തന്നെയാണ് ഇതിന്റെ ഇൻട്രോഡക്ടറി ക്ലാസ് ആയിട്ട് കൺസിഡർ ചെയ്യുക. ഫോർമാറ്റ് നോക്കുക, ഇറ്റ്സ് എ വെരി സിമ്പിൾ ഇൻ നാച്ചർ. ഇറ്റ്സ് ഫോർമാറ്റ് ഈസ് വെരി സിമ്പിൾ. 1, 2, 3, 4, 5 കോളമാണ് ഇതിനുള്ളത്. ആദ്യത്തേത് ഡേറ്റ് കോളമാണ്, രണ്ടാമത്തേത് പർട്ടിക്കുലേഴ്സ് കോളമാണ്, മൂന്നാമത്തേത് ഇൻവോയ്സ് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിൽ നമ്പർ എഴുതുന്ന കോളം, നാലാമത്തേത് LF ലെഡ്ജർ ഫോളിയോ, അത് ജസ്റ്റ് ബ്ലാങ്ക് ആയിട്ട് വിടേണ്ട സാധനമേ ഉള്ളൂ, LF. അതുപോലെ തന്നെ ലാസ്റ്റ് വൺ ഈസ് എമൗണ്ട് കോളം. ദിസ് ഈസ് ദ ഫോർമാറ്റ് ഓഫ് പർച്ചേസ് ബുക്ക്. എ സിമ്പിൾ ടേബിൾ, ഒരു വളരെ സാധാരണഗതിയിലുള്ള ഒരു ടേബിൾ ഫോർമാറ്റ് മാത്രമേ ഇതിനുള്ളൂ. ഇതിലങ്ങനെ ഡെബിറ്റും ക്രെഡിറ്റും കൂടുതൽ സ്പെസിഫൈഡ് ഒന്നുമല്ല, ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫോർമാറ്റ് മാത്രമാണ് ഇതിനുള്ളത്. ക്ലിയർ? സോ ലെറ്റ്സ് ബിഗിൻ അവർ ഫസ്റ്റ് പ്രോബ്ലം. നമുക്ക് ഇതിന്റെ ആദ്യത്തെ പ്രോബ്ലം ആരംഭിക്കാം. പ്രോബ്ലത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതുവരെയായിട്ട് HSS ടൈംസ് എന്ന വിദ്യാഭ്യാസ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടനകത്ത് നോട്ടിഫിക്കേഷൻസ് ഓൾ എന്നുകൂടെ എനേബിൾ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ പുതിയ ക്ലാസ്സുകൾ ആഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മെസ്സേജ് കൂടെ ലഭിക്കുന്നതായിരിക്കും. ക്ലിയർ? അതുപോലെ ഇതിന്റെ പ്രീവിയസ് ക്ലാസിന്റെ ലിങ്കൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് കൊടുത്തിട്ടുണ്ട്, അതുകൂടെ കണ്ട് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇതിന്റെ നോട്ട്സും സ്ലൈഡും ഒക്കെ ആവശ്യമുള്ള കുട്ടികൾക്ക് hsstimes.blogspot എന്ന ബ്ലോഗ് വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ടേക്ക് എ പീസ് ഓഫ് പേപ്പർ ആൻഡ് റൈറ്റ് ദ ക്വസ്റ്റ്യൻ. ഒരു പീസ് ഓഫ് പേപ്പർ എടുത്തിട്ട് ക്വസ്റ്റ്യൻ എഴുതുക. 3/1/2021 purchased from Surya Silks with invoice number 1836/21. 1836/21 എന്ന ബിൽ നമ്പറോട് കൂടി സൂര്യ സിൽക്സിൽ നിന്നും താഴെ പറയുന്ന സാധനങ്ങൾ വാങ്ങിച്ചു. 20 ചുരിദാർ @1000 each. 20 ചുരിദാർ, ഒരു ചുരിദാറിന് 1000 രൂപ @1000 each എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 10 ഷർട്ട്സ് @1500 each. 10 ഷർട്ട്
ഒരു ഷർട്ടിന് 1500 രൂപ. ലാസ്റ്റ് ട്രേഡ് ഡിസ്കൗണ്ട് 10%. ആ സമയത്ത് നമുക്ക് ട്രേഡ് ഡിസ്കൗണ്ട് കൂടെ സൂര്യ സിൽക്സ് തന്നിട്ടുണ്ട് 10%. ക്ലിയർ. സെക്കൻഡ് വൺ, 15th January 2021 പർച്ചേസ്ഡ് ഫ്രം കല്യാൺ സിൽക്സ്. കല്യാൺ സിൽക്സിൽ നിന്നും വാങ്ങിച്ചു. നമ്മൾ ചെറിയൊരു ടെക്സ്റ്റൈൽ ബിസിനസ് നടത്തുന്ന ആളാണ്, നമുക്ക് ക്ലിയർ ആയി. 20 ടീഷർട്ട് അറ്റ് ദ റേറ്റ് 800 each. 800 രൂപ വിലയുള്ള 20 ടീഷർട്ട്. ഒരു ടീഷർട്ടിന് 800 രൂപ, അങ്ങനെ 20 ടീഷർട്ട് വാങ്ങിച്ചു. 20 സാരി അറ്റ് ദ റേറ്റ് 2000 each. 20 സാരി, ഒരു സാരിക്ക് 2000 രൂപ. വലിയ വില കൂടിയ പട്ട് സാരിയോ മറ്റാണ് അല്ലേ. അതുപോലെ തന്നെ 20th January 2021 ക്യാഷ് പർച്ചേസ് ഫ്രം കണ്ണൻസ് സിൽക്സ്. ക്യാഷ് പർച്ചേസ് ഫ്രം കണ്ണൻസ് സിൽക്സ് 6000. 6000 രൂപയുടെ സാധനം കണ്ണൻസ് സിൽക്സിൽ നിന്ന് നമ്മൾ ക്യാഷ് കൊടുത്ത് വാങ്ങിച്ചു. അപ്പൊ നിങ്ങൾക്ക് ഒന്ന് ആലോചിച്ചേ, അതിവിടെ വേണോ? ക്യാഷ് പർച്ചേസ്, പർച്ചേസ് അക്കൗണ്ട് അറ്റ് ക്യാഷ് അക്കൗണ്ട് ആണ്. അതെവിടെയാ പോവുക? ക്യാഷ് ബുക്കിലാണ്. ഈ ഐറ്റം നമുക്ക് ഇവിടെ വേണ്ടുന്ന കാര്യമല്ല, നിങ്ങളെ തെറ്റിക്കാൻ വേണ്ടി തന്ന ഐറ്റമാണ്, ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട്. Okay. Next, fourth one, 30th one 2021 bought from National Silks with invoice number 320/21. നാഷണൽ സിൽക്സിൽ നിന്നും 320/21 എന്ന ബിൽ നമ്പർ പ്രകാരം 50 കിഡ്സ് ഡ്രസ് ഫോർ 3000. ഇതൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്. ശരിക്കും ട്രാൻസാക്ഷൻ വായിക്കണം. 50 കിഡ്സ് ഡ്രസ് ഫോർ 3000. ഒരു കിഡ്സ് ഡ്രസ്സിന് 3000 അല്ല, 50 എണ്ണത്തിനും കൂടി 3000. 50 എണ്ണത്തിനും കൂടി 3000. 3000 രൂപ കൊടുത്തിട്ട് 50 കുട്ടികളുടെ ഡ്രസ്സ് വാങ്ങിച്ചു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇത് പ്രിപ്പയർ ചെയ്യാം. ഇപ്പോൾ ഇത് എഴുതിയെടുക്കുക, എന്നിട്ട് എൻ്റെ കൂടെ തന്നെ ചെയ്യാം. അപ്പോൾ ആദ്യത്തെ കോളം ഡേറ്റ് കോളമാണ്. അപ്പോൾ ഒന്നാമത്തെ നമ്മൾ എൻ്റർ ചെയ്യുന്നത് 3/1/2021. 3/1/2021. ഇവിടെ നിങ്ങൾ പർട്ടിക്കുലേഴ്സ് കോളത്തിനകത്താണ് ഈ ഡീറ്റെയിൽസ് എഴുതേണ്ടത്, എമൗണ്ട് കണ്ടുപിടിക്കുന്ന ഡീറ്റെയിൽസ് എഴുതേണ്ടത്. പർട്ടിക്കുലേഴ്സ് കോളത്തിനകത്ത് നമുക്ക് ആദ്യം നമ്മൾ ട്രാൻസാക്ഷൻ വായിക്കുക. പർച്ചേസ്ഡ് ഫ്രം സൂര്യ സിൽക്സ്. പർച്ചേസ്ഡ് ഫ്രം സൂര്യ സിൽക്സ്. അപ്പൊ പർട്ടിക്കുലേഴ്സ് കോളത്തിനകത്ത് നിങ്ങൾ സൂര്യ സിൽക്സ് എന്ന് എഴുതുക. സൂര്യ സിൽക്സ് എന്ന് എഴുതുക. ഈ പർട്ടിക്കുലേഴ്സ് കോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രാക്കറ്റിൽ നിങ്ങൾക്ക് എഴുതാം എമൗണ്ട് ടു ബി ഓർ അക്കൗണ്ട് ടു ബി ക്രെഡിറ്റഡ് എന്ന് എഴുതാം. നമ്മൾ ക്രെഡിറ്റ് ചെയ്യേണ്ട അക്കൗണ്ട് ആണ്, ക്രെഡിറ്റ് ചെയ്യേണ്ട അക്കൗണ്ട് ആണ്. പർച്ചേസ്ഡ് ഫ്രം സൂര്യ സിൽക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രെഡിറ്റ് പർച്ചേസ് ആണ്. എൻട്രി എന്താ? പർച്ചേസ് അക്കൗണ്ട് അപ് ടു സൂര്യ സിൽക്സ് അക്കൗണ്ട്. പർച്ചേസ് അക്കൗണ്ട് അപ് ടു സൂര്യ സിൽക്സ് അക്കൗണ്ട് അല്ലേ. എമൗണ്ട് നമ്മൾ ഇത് കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കണം. അപ്പൊ ആ എമൗണ്ട്, ആ ഒരു ജേണൽ എൻട്രിക്ക് പകരം നമ്മൾ ആ എമൗണ്ട് കണ്ടുപിടിച്ചിട്ട് ജേണലിന് പകരം പർച്ചേസ് ബുക്കിലേക്ക് പോസ്റ്റ് ചെയ്യുന്നു. അത്രേ ഉള്ളൂ. ഓക്കെ. അപ്പം അക്കൗണ്ട് ടു ബി ക്രെഡിറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് അക്കൗണ്ട് ആണോ ക്രെഡിറ്റ് ചെയ്യേണ്ടത് അതാണ് ഇതിനകത്ത് എഴുതുന്നത്. അപ്പം പെർട്ടിക്കുലേഴ്സിന്റെ ബ്രാക്കറ്റിനകത്ത് നിങ്ങൾക്ക് ഫോർമാറ്റിൽ അക്കൗണ്ട് ടു ബി ക്രെഡിറ്റഡ് എന്നുകൂടി എഴുതി വെക്കാം, കുറച്ചുകൂടി മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ. അപ്പൊ സൂര്യ സിൽക്സ്. ഇനി ഇതിവിടെയാണ് നിങ്ങൾ പല കുട്ടികളും തെറ്റിക്കാൻ സാധ്യതയുള്ളത്. നമ്മൾ ആകെ ചെയ്യേണ്ടത് നോർമൽ സിമ്പിൾ കാൽക്കുലേഷൻ ആണ്. ഇവിടെ ചെയ്യാനുള്ളത് വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ചില കാൽക്കുലേഷൻസ് മാത്രമാണ്. ജസ്റ്റ് മൾട്ടിപ്ലിക്കേഷനും അഡീഷനും ഒക്കെയാണ് ഇവിടെ ചെയ്യാനുള്ളത്. അത് ചെയ്യണമെങ്കിൽ ഈ ട്രാൻസാക്ഷൻ ഒന്ന് കൃത്യമായിട്ട് വായിക്കണം. ഞാൻ വായിക്കാം. 20 ചുരിദാർ അറ്റ് ദ റേറ്റ് 1000 each. 20 ചുരിദാർ, ഒരു ചുരിദാറിന് 1000 രൂപ. 20 ചുരിദാർ അറ്റ് ദ റേറ്റ് 1000 each. 20 into 1000 എത്രയാ? 20,000. 20,000 രൂപ. ചുരിദാറിന് 20,000 രൂപയായി. അപ്പൊ ഇവിടെ ഒരു ടിക്ക് കൊടുക്കാം. 10 ഷർട്ട്സ് അറ്റ് ദ റേറ്റ് 1500 each. 10 ഷർട്ട്, ഒരു ഷർട്ടിന് 1500 രൂപ, 15,000 രൂപ. 15,000. ടോട്ടൽ എത്രയായി? 20 plus 15,000 35,000. 35,000 രൂപ ടോട്ടലായി. 35,000 രൂപ ടോട്ടലായി. ഇനി അവിടെ നമുക്ക് ഡിസ്കൗണ്ട് ഉണ്ട്, 10% ട്രേഡ് ഡിസ്കൗണ്ട് ഉണ്ട്. അത് ഇഗ്നോർ ചെയ്യാൻ പാടില്ല. ബില്ലിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്ന, അതായത് നമുക്ക് ഈ ഡിസ്കൗണ്ടും കഴിച്ചിട്ടുള്ള ബില്ലാണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ അതുകൂടി ഇതിനകത്ത് കാണിക്കണം. ഇതിനകത്ത് അതുകൂടെ കാണിക്കണം. അല്ലെങ്കിൽ നമ്മൾ 35,000 എന്ന് ഇവിടെ എഴുതി കഴിഞ്ഞാൽ തെറ്റി. നമ്മളോട് 35,000 കൊടുക്കാനില്ല. ഓൺ ദ സ്പോട്ട് നമുക്ക് ട്രേഡ് ഡിസ്കൗണ്ട് ആയിട്ട് 10% ഡിസ്കൗണ്ട് തന്നിട്ടുണ്ട്. നമ്മൾ ഡിസ്കൗണ്ട് ഒക്കെ ഓൾറെഡി പഠിച്ചതാണ്, വീണ്ടും ഞാൻ സമയം കളയുന്നില്ല. അപ്പൊ ലെസ് 10% ഡിസ്കൗണ്ട്, ലെസ് 10% ഡിസ്കൗണ്ട്. എത്രയാണ് 35,000ന്റെ 10%? 35,000 into 10 divided by 100 എത്രയാ വരിക? 3,500. 3,500 രൂപ
ഓൺ ദ സ്പോട്ട് ഡിസ്കൗണ്ടും കിട്ടി. എന്നിട്ട് നമുക്ക് നെറ്റ് എമൗണ്ട് കണ്ടുപിടിക്കാം. 35,000 മൈനസ് 3,500 31,500 31,500 രൂപയാണ്. 31,500 രൂപയാണ് നമ്മൾ സൂര്യ സിൽക്സിന് കൊടുക്കാനുള്ളത്. ഈ ഒരു കാൽക്കുലേഷൻ നിങ്ങൾ ചെയ്യണം, അതേ നിങ്ങൾക്ക് പണിയുള്ളൂ. ഓക്കെ, അപ്പോൾ ബിൽ നമ്പർ, ഇൻവോയ്സ് നമ്പർ 1836/2021. ആ ബിൽ നമ്പർ കൂടെ എഴുതുക. 1836/2021. 1836/2021. LF ഒന്നുമില്ല, അവിടെ ഒരു ബ്ലാങ്ക് ആയിട്ട് വിടുക. ഇനി എമൗണ്ട്, ഈ നെറ്റ് എമൗണ്ട്, ഗ്രോസ് എമൗണ്ട് ഒന്നും ഔട്ടർ കോളത്തിൽ എഴുതണ്ട. നെറ്റ് എമൗണ്ട് 31,500 ആണ്. ഇതിന് നേരെ 31,500 എന്ന് എഴുതുക. 31,500 എന്ന് കൃത്യമായിട്ട് 31,500 രൂപ ഔട്ടർ എമൗണ്ട് കോളത്തിൽ എഴുതുക. അപ്പോൾ ഒന്നാമത്തെ ട്രാൻസാക്ഷൻ നമ്മൾ പോസ്റ്റ് ചെയ്തു. ക്ലിയർ. നെക്സ്റ്റ് 15/1/2021, 15/1/2021. പർച്ചേസ്ഡ് ഫ്രം കല്യാൺ സിൽക്സ് 20 t-shirt at the rate 800 each, 20 saree at the rate 2,000 each. അപ്പോൾ ഇവിടെ അത് ക്രെഡിറ്റ് പർച്ചേസ് തന്നെയാണ്. പർച്ചേസ്ഡ് ഫ്രം കല്യാൺ സിൽക്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്ത് ഹെഡിങ് കൊടുക്കുക? കല്യാൺ സിൽക്സ് എന്ന് ഹെഡിങ് കൊടുക്കുക. ഇനി ഇതിനകത്ത് ഈ ചുരിദാർ, പിന്നെ ഡ്രസ്സ് അതൊന്നും എഴുതണ്ട, ജസ്റ്റ് കാൽക്കുലേഷൻ മാത്രം മതി. അപ്പോൾ എത്രയാണ്? 20 t-shirt, 20 t-shirt, ഒരു ടീഷർട്ടിന് 800 രൂപ. അപ്പോൾ എത്രയാ? 16,000 രൂപ. 16,000. ടീഷർട്ടിന് മാത്രം 16,000 രൂപയായി. നെക്സ്റ്റ് 20 സാരി, 20 സാരി, ഒരു സാരിക്ക് 2,000. ഒരു സാരി 20 സാരി at the rate 2,000 each. ഒരു സാരിക്ക് 2,000. 20 into 2,000. 20 into 2,000 40,000 rupees. 40,000 രൂപ. ടോട്ടൽ വരുന്നത് 56,000 റുപ്പീസ്. 56,000 രൂപയാണ് ഗ്രോസ് എമൗണ്ട് വരുന്നത്. 56,000 രൂപയാണ് ഗ്രോസ് എമൗണ്ട് വരുന്നത്. ഇനി ഇവിടെ ഫ്രം കല്യാൺ സിൽക്സ്, അവിടെയും ഒരു 10% ഡിസ്കൗണ്ട് ഉണ്ട്. ഞാനത് ചോദ്യത്തിനകത്ത് ആഡ് ചെയ്യാൻ വിട്ടതാണ്. 10% ഡിസ്കൗണ്ട്, അതൊന്ന് ആഡ് ചെയ്യണേ ക്വസ്റ്റിനകത്ത്. 10% ഡിസ്കൗണ്ട്. ഇവിടെയും നമുക്കത് ഡിസ്കൗണ്ട് വെച്ചിട്ട് തന്നെ പഠിക്കാം. 10% ഡിസ്കൗണ്ട്. അപ്പോൾ 10% ഡിസ്കൗണ്ട് കൂടെ കല്യാൺ സിൽക്സ് തന്നു. ട്രേഡ് ഡിസ്കൗണ്ട് കൂടെ തന്നിട്ടുണ്ട്. അത് ക്വസ്റ്റിനകത്ത് ആഡ് ചെയ്യണേ, ആദ്യം എഴുതിയ കുട്ടികൾ. ഓക്കെ, അപ്പം ലെസ് 10% ഡിസ്കൗണ്ട് എത്രയാണ്? 56,000 10%. 56,000 into 10 divided by 100, 5,600. 5,600 രൂപ. 5,600 രൂപയാണ് 10% വരിക. ഇനി 56,000 മൈനസ് 5,600. 56,000 നിന്നും 5,600 രൂപ കുറക്കണം. 50,400. 50,400 രൂപ. 50,400 രൂപയാണ് നെറ്റ് എമൗണ്ട് പേയബിൾ വരിക. ബിൽ നമ്പർ പറഞ്ഞിട്ടുണ്ടല്ലോ, ബിൽ നമ്പർ പറഞ്ഞിട്ടില്ല. ഈ കല്യാൺ സിൽക്സിന്റെ ബിൽ നമ്പർ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ ബിൽ നമ്പർ തരാത്തത് കൊണ്ട് അവിടെ ഒരു ഹൈഫൺ ഇടുക. LF കോളത്തിലും ഒരു ഹൈഫൺ ഇടുക. ഇനി ഔട്ടർ കോളത്തിൽ ഈ നെറ്റ് എമൗണ്ട് നമ്മൾ അഗൈൻ റീറൈറ്റ് ചെയ്യണം. എത്രയാണ് നെറ്റ് എമൗണ്ട് വരുന്നത്? 50,400. 50,400 എന്ന് ഔട്ടർ കോളത്തിലേക്ക് എടുത്ത് എഴുതുക. 50,400 എന്ന് ഔട്ടർ കോളത്തിലേക്ക് എടുത്ത് എഴുതുക. ഓക്കെ, നെക്സ്റ്റ് തേർഡ് വൺ. 20th January 2021. ജനുവരി 20, 2021. ക്യാഷ് പർച്ചേസ് ഫ്രം കണ്ണൻസ് സിൽക്സ്. ഓൾറെഡി പറഞ്ഞു, ക്യാഷ് പർച്ചേസ് ഫ്രം കണ്ണൻസ് സിൽക്സ് 6,000. 6,000 രൂപയുടെ സാധനം കണ്ണൻസ് സിൽക്സിൽ നിന്നും ക്യാഷ് കൊടുത്ത് വാങ്ങിച്ചു. എൻട്രി എന്താ? പർച്ചേസ് അക്കൗണ്ട് ടു ക്യാഷ് അക്കൗണ്ട്. ബൈ പർച്ചേസ് ടു ക്യാഷ്. പർച്ചേസ് അക്കൗണ്ട് ടു ക്യാഷ്. ഇതിൽ ക്രെഡിറ്റ് പർച്ചേസ് അല്ല, ഇത് ക്യാഷ് പർച്ചേസ് ആണ്. ഇത് വരിക ക്യാഷ് ബുക്കിലാണ്, പർച്ചേസ് ബുക്കിലല്ല. ശ്രദ്ധിക്കണം, പരീക്ഷയ്ക്ക് ഇങ്ങനത്തെ ഐറ്റംസ് അതിലേക്ക് ആഡ് ചെയ്യും. ചില കുട്ടികൾ ഒറ്റയടിക്ക് കണ്ണൻ സിൽക്സ് എന്ന് പറഞ്ഞിട്ട് 6,000 എഴുതി വെക്കും. പാടില്ല, വായിക്കണം. ഓക്കെ, അപ്പൊ ഇത് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ് ഫോർത്ത് വൺ, നാലാമത്തത് 30/1/2021. 30/1/2021. ബോട്ട് ഫ്രം നാഷണൽ സിൽക്സ് വിത്ത് ഇൻവോയ്സ് നമ്പർ 320/21. ബോട്ട് ഫ്രം നാഷണൽ സിൽക്സ് with invoice number 320/21.
നാഷണൽ സിൽക്സിൽ നിന്നും 320/21 എന്ന ബിൽ നമ്പർ പ്രകാരം എന്ത് വാങ്ങിച്ചു? 50 കിഡ്സ് ഡ്രസ് ഫോർ 3000. 50 കുട്ടികളുടെ ഡ്രസ്സ് 3000 രൂപ, ടോട്ടൽ 3000. അല്ലാതെ ഒരു ഡ്രസ്സിന് 3000 അല്ല, ഫോർ 3000 എന്നാണ്. 50 കിഡ്സ് ഡ്രസ് ഫോർ 3000 മീൻസ് the total amount is 3000. There is no discount. ഡിസ്കൗണ്ട് ഒന്നും തന്നിട്ടില്ല. 3000 രൂപയുടെ സാധനം 3000 രൂപ കൊടുത്തിട്ട് നമ്മൾ വാങ്ങിച്ചു. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുക? നാഷണൽ സിൽക്സ് എന്ന് എഴുതുക. നാഷണൽ സിൽക്സ് എന്ന് എഴുതുക. വേണമെങ്കിൽ എഴുതുക 50 ഡ്രസ് അറ്റ് ദ റേറ്റ് 3000. 50 ഡ്രസ് അറ്റ് ദ റേറ്റ് 3000 എന്ന് പറഞ്ഞിട്ട് ഔട്ടർ കോളത്തിലേക്ക് 3000 റുപ്പീസ് റീറൈറ്റ് ചെയ്യുക. ഔട്ടർ കോളത്തിലേക്ക് 3000 റുപ്പീസ് നിങ്ങൾ റീറൈറ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഇനി എന്തെങ്കിലും ട്രാൻസാക്ഷൻസ് ഉണ്ടോ? ഇല്ല. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ ടോട്ടൽ ചെയ്യാം. ഈ 3 ഐറ്റത്തിനെയും ടോട്ടൽ ചെയ്യാം. ഇവിടെ ഒരു ലൈൻ കൊടുക്കുക. അതുപോലെ പർച്ചേസ് ബുക്ക് നമുക്ക് ക്ലോസ് ചെയ്യാം. ബാക്കിയുള്ള സ്പേസ് ഇവിടെ ബ്രോട്ട് ഡൗണോ അങ്ങനെ പരിപാടിയൊന്നുമില്ല. ടോട്ടൽ ക്രെഡിറ്റ് പർച്ചേസ്, ക്യാരി ഡൗൺ, ഡ്രോട്ട് ഡൗൺ തുടങ്ങിയ പ്രോഗ്രാമുകളൊന്നും ഇവിടെ ഇല്ല. അതുകൊണ്ട് വളരെ എളുപ്പമാണ് ഇത്. ഇറ്റ്സ് വെരി ഈസി. വളരെ എളുപ്പമാണ് ഇത് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ടോട്ടൽ വരുന്നത് 31,500, 50,400 പ്ലസ് 3000. ടോട്ടൽ വരുന്നത് 84,900 ആണ്. 84,900, 84,900 രൂപയാണ് അതിൻ്റെ ടോട്ടൽ വരുന്നത്. ഇനി 84,900 നമ്മൾ ഒരു ഹെഡിങ് കൊടുക്കണം. ഇതെന്താണ്? 84,900 ഈസ് ദ ടോട്ടൽ ക്രെഡിറ്റ് പർച്ചേസ്. ആ എമൗണ്ട് ടോട്ടൽ ക്രെഡിറ്റ് പർച്ചേസ് ആണ്. അപ്പോൾ അതിന് നേരെ ഈ പർട്ടിക്കുലേഴ്സ് കോളത്തിനകത്ത് ടോട്ടൽ ക്രെഡിറ്റ് പർച്ചേസ് എന്നുകൂടെ കൊടുക്കും. ടോട്ടൽ ക്രെഡിറ്റ് പർച്ചേസ്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് പർച്ചേസ് ഡേ ബുക്ക് പ്രിപ്പയർ ചെയ്യേണ്ടത്. വളരെ എളുപ്പമാണ്. ഇറ്റ്സ് വെരി ഈസി. ഒരൊറ്റൊരു കാര്യം മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഈ തന്നിരിക്കുന്ന ട്രാൻസാക്ഷൻസിനകത്ത് എന്തൊക്കെ കാര്യങ്ങളുണ്ട് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ തന്നെ 8 മാർക്കിനൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് കിട്ടുന്ന മാർക്കാണ് പർച്ചേസ് ഡേ ബുക്കിൻ്റെ പ്രിപ്പറേഷൻ. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ളൊരു ക്ലാസ്സാണിത്. കൃത്യമായിട്ട് 2 or 3 തവണ ക്ലാസ്സുകൾ കണ്ട് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.